ഡ്രാസ്റ്റിക് ചേഞ്ച് ഒരു പെട്ടെന്നുള്ള മാറ്റം, ഒരു സ്ഥിതി മാറ്റമാണ്. അനേക കുടുംബങ്ങൾക്ക് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എങ്കിലും ഒരു സ്ഥിതി മാറ്റം ഉണ്ടാകട്ടെ. ഈ വചനം കടന്നു വരുമ്പോൾ ഇന്ന് വരെ കാണാത്തതായ ഒരു ദൈവീക അനുഭവം നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരട്ടെ. കർത്താവ് കൈനീട്ടി നിങ്ങളെ വിളിക്കുമ്പോൾ മറുത്ത് നിൽക്കാതെ അപ്പച്ചൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന് വാങ്ങിക്കേണ്ട അനുഗ്രഹം വാങ്ങിച്ചെടുക്കുക. മനുഷ്യരിൽ ആശ്രയിക്കുന്നത് കെണിയാന്ന് പറഞ്ഞു. നമ്മൾ ഈ മനുഷ്യരിന് വേണ്ടി, മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ, മനുഷ്യർക്ക് നന്മ ചെയ്യാൻ, അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം കിട്ടാൻ ആഗ്രഹിക്കുന്നത് നിർത്തണം. ആ ഒരു ചിന്ത നിർത്തണം. അവർ സഹായിക്കും ദൈവം പറയുമ്പം. പക്ഷെ അവർ സഹായിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് അതിനെക്കാട്ട് വലിയൊരു പദവിയുണ്ട്, വലിയൊരു പ്ലാനുണ്ട്. അത് മനസ്സിലാക്കണം. അത് നമ്മൾ ഈ ഡ്രാസ്റ്റിക് കാഹളം ഊതുമ്പം കർത്താവ് പറയുന്നത് ഞാൻ ഓർക്കും, നിങ്ങൾ കാഹളം ഊതിയാൽ മതി, ഞാൻ വന്ന് കാര്യങ്ങൾ ചെയ്തു തരും. അപ്പോൾ നമ്മൾ കാഹളം ഊതിയാൻ പറഞ്ഞാൽ ദൈവത്തെ വിളിക്കുകയാണ്. അതാണ് സിമ്പിൾ ലാംഗ്വേജിൽ. അപ്പോൾ ദൈവത്തെ നമ്മൾ വിളിച്ചുകൊണ്ട്, അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലെങ്കിൽ പെട്ടെന്നുള്ള വ്യത്യാസം, ഒരു സ്ഥിതി മാറ്റം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നതെന്ന് വെച്ചാൽ ഒത്തിരിയും കടബാധ്യമായിട്ട് സൂയിസൈഡ് ചെയ്യാൻ ഒരാളിരിക്കുക. അപ്പം പെട്ടെന്ന് ഒരാൾ വന്നേച്ച് ദൈവത്തിൻ്റെ പെട്ടെന്ന് ബാങ്കിൽ ഒരു ദിവസം നോക്കുമ്പം അത്ര കൊടുക്കേണ്ട കാശ് നമ്മുടെ ബാങ്കിൽ വന്ന് കിടപ്പുണ്ട്. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പിറ്റേ ദിവസം ആ കാശ് കൊണ്ട് കൊടുത്തിട്ട് ആ ഒരു ബലഹീനത അല്ലെ ഒരു പ്രയാസത്തിൽ നമ്മൾ രക്ഷപ്പെടുകയാണ്. അതൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. ഒരു ജോലി കിട്ടാതെ വിഷമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരാൾ വരികയാണ്, അവർക്ക് നല്ല കഴിവുണ്ട്, അവർ പല സ്ഥാപനം. അപ്പോൾ അവർ വന്ന് വയ്ക്കും, മോൻ എന്തെടുക്കുക, അവനിത് പഠിച്ചതാണ്. നാളെ തൊട്ട് എൻ്റെ കൂടെ കയറിക്കും. എന്താണ്? ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. ഐ റിമെമ്പർ ഐ വാസ് ഇൻ ന്യൂയോർക്കിലായിരുന്നപ്പോൾ അന്ന് അവിടെ മോനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മോന് ബിസിനസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഇവർക്ക് സമ്മർ ജോബുണ്ട്. സമ്മർ ജോബ് ചെയ്യുന്നതനുസരിച്ചിരിക്കും പിന്നത്തെ ജോലികൾ. അപ്പോൾ ഞാൻ അവധിക്ക് അവിടെ ചെന്നിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നാട്ടിൽ തിരിച്ചു പോകണം. അപ്പോൾ ഞാൻ എൻ്റെ മോൾ മൂത്തതാണ്. മോടെ കുറേ ഫ്രണ്ട്സിനെ എല്ലാം കൂടെ വിളിച്ച് ചുമ്മാ അതൊരു പാർട്ടി, നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഇഷ്ടമാണെന്ന് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഞാൻ ഈ കൊടുക്കുമ്പോൾ എല്ലാം, വിളമ്പുമ്പോഴെല്ലാം ഞാനിങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതിലാരോ ഒരാൾ നമ്മുടെ മോന് ജോലി കൊടുക്കും. എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഇങ്ങനെ ചിന്തിക്കുന്നെങ്കിലും ഒരു കൊച്ചൻ്റെ അടുക്ക വന്നപ്പം എൻ്റെ മോടെ ജോലിയിൽ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ചോദിച്ചു, മോൻ എന്തെടുക്കുന്നു, ക്രിസ് എന്തെടുക്കുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇനിയും സമ്മർ ജോബിന് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അത്രയും ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം ആ കൊച്ചൻ മോളോട് പറയുന്നു, ക്രിസിനൊരു ജോലി ഞാൻ വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ന്യൂയോർക്കിലെ ബ്ലൂബർഗ് എന്ന് പറഞ്ഞ മനുഷ്യൻ, അന്നത്തെ മേയർ, ആ മനുഷ്യൻ്റെ ഓഫീസിലാണ് മോൻ ആദ്യ ജോലിക്ക് കയറിയത്. ഞാൻ പോയോ? ഞാൻ പോയില്ല. ഞാൻ പുറത്തിറങ്ങിയോ? ഇല്ല. ദൈവം ആളിനെ വീട്ടിൽ കൊണ്ടുവന്ന സ്ഥിതി മാറ്റം തന്നു. അങ്ങനെ ചെയ്യുന്നൊരു ദൈവം നിങ്ങൾക്കും ഉണ്ട്. ആ ദൈവത്തെ നമ്മൾ മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട് അറിയണം. ഈ വചനം ഞാൻ ഓരോന്ന് അയക്കുന്നതും വൺ ഓഫ് ദ മെയിൻ റീസൺ, ഈ ഒരു സീസണിലെ വചനങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നിർത്തണം. നിങ്ങൾ ദൈവത്തെ മാത്രം ആശ്രയിക്കണം. നമ്മൾ ദൈവം പറയുമ്പോൾ പലരോട് പറയുകയോ ചോദിക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷെ ചെയ്യിപ്പിക്കുന്നത് ദൈവമാണ്, അല്ല അവരുടെ മിടുക്കൊണ്ടല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വ്യക്തിപൂജ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാര്യം കാണാൻ വേണ്ടി ഒരു വ്യക്തി ഒത്തിരി അങ്ങ് പുകഴ്ത്തും. അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം. ഐ ഹേറ്റ് ഇറ്റ്. അത് നമ്മൾ നിർത്തണം. ഒത്തിരി വ്യക്തി, എല്ലാവർക്കും താലന്തുണ്ട്, എല്ലാവർക്കും ദൈവം കഴിവ് തന്നിട്ടുണ്ട്. നമ്മൾ ദൈവനാമത്തിൽ അന്യോന്യം ബഹുമാനിക്കണം. എന്നെക്കാട്ടും അല്ല മറ്റൊരാളെന്ന് മാനിക്കണം. പക്ഷേ ഒത്തിരി വ്യക്തിപൂജ മീൻസ് ഇംഗ്ലീഷിൽ പെർസോണ ഗ്ലോറിഫിക്കേഷൻ, അത് ഒത്തിരി നമ്മുടെ ഇടയ്ക്കുണ്ട്. അത് മാറണം. അപ്പോൾ ഡ്രാസ്റ്റിക് ചേഞ്ചിനകത്ത് ദൈവം ശരിയായിട്ട് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് ജോസഫ്. ജോസഫിന് ദൈവം ഒത്തിരി കഴിവ് കൊടുത്തു. ജോസഫ് കഴിവ് കൊടുത്തെന്ന് തന്നെയല്ല, ആ സഹോദരന്മാരിൽ വെച്ച് ഏറ്റവും മിടുക്കൻ അവൻ തന്നെയായിരുന്നു. അങ്ങനെ ഈ ജോസഫിനെ അപ്പൻ അധികമായിട്ട് സ്നേഹിക്കും. ഒന്നാമത് സ്നേഹിക്കുന്ന ഭാര്യയിലുണ്ടായത്. അപ്പം പിന്നെ അത് തന്നെ ഒരു മൈനസോ പ്ലസ്സോ പോയിൻ്റായിട്ട് നിൽക്കാം. ഈ മകനെ അധികമായിട്ട് സ്നേഹിച്ചത് തന്നെയല്ല, അപ്പൻ എന്ത് സംഭവിച്ചു? യാക്കോബ് നല്ല ഭംഗിയുള്ള ഒരു നിലയങ്കി കൊടുത്തിട്ട് അതുകൊണ്ട് ഇടിയിപ്പിച്ചു. നിലയങ്കി ഇത് സ്ഥാനമാനത്തിൻ്റെയാണ്. അത് കണ്ടപ്പോഴത്തേക്ക് സഹിക്കുമോ? സഹിക്കത്തില്ല. അങ്ങനെ സഹോദരന്മാരുടെ ജലസി ഉണ്ടായതിനാൽ അവരന്ന് തൊട്ട് വിചാരിക്കുകയാണ് ഇവനെ കൊല്ലണമെന്ന്.
അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മണ്ടത്തരങ്ങൾ കാണിക്കുന്നത്, ആവശ്യമില്ലാത്തടത്ത് കൂടുതൽ പ്രശംസ ഒരുത്തർക്കും കൊടുക്കരുത്. 1 പോയിന്റ്. 2, ഈ മുഖസ്തുതി നിർത്തണം. ഈ മുഖസ്തുതി നിർത്തിയേച്ച് അവരിലുള്ള ദൈവത്വത്തെ കണ്ടിട്ട് അത് മാനിക്കണം. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കും, എന്നെ ഓർപ്പിക്കും, ഞാൻ മറ്റുള്ളവരെ ഓർപ്പിക്കും. അത് നമ്മൾ ഒരു പ്രത്യേകിച്ച് അറിയപ്പെടാത്ത ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് നമ്മൾ മുഖസ്തുതിയിൽ വീഴും. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, മാറേ അതിൽ നീ വീഴരുത്. ആ കുഴി കുഴിച്ചത് ഇന്ന് രക്തം കൊണ്ട് പൊതിഞ്ഞിട്ട് നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ മുൻപോട്ട് കയറി വരും. അപ്പം ദൈവാത്മാവ് പറഞ്ഞു, ജോസഫ് പറഞ്ഞു ഞാൻ മിടുക്കനാണ്. ആ ജോസഫ് വന്നിച്ച് സകല സമയവും ഈ സഹോദരന്മാരുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അപ്പൻ്റെ അടുക്കൽ ചെന്ന് വിവരം പറയും. അപ്പോൾ അവർക്ക് ഒന്നും കൂടെ ദേഷ്യമായി. അങ്ങനെ എന്ത് സംഭവിച്ചു? അവർ ജോസഫിനെ വിൽക്കുകയാണ്. ജോസഫിനെ വിറ്റ് വെറും 20 വെള്ളിക്കാശിന് അവനെ വിറ്റ് കൊടുക്കുക. അതിനു മുമ്പ് അവനെ പിടിച്ച് പൊട്ടക്കിണറിലിട്ടു. അവൻ ചത്തുപോയിട്ട് തന്നെയാണ് അവർ ചിന്തിച്ചത്. പിന്നെ അവിടുന്ന് ഒരാൾക്കോ വേറെ 2 പേർക്കോ മനസ്സിൽ തോന്നി അവനെ പൊക്കിയെടുത്ത് പിന്നെ മിസ്രൈമിലേക്ക് വരുന്ന കച്ചവടക്കാർക്ക് കൊടുത്തു. അവനെ അടിമയായിട്ട് വിറ്റിട്ട് അവൻ്റെ വസ്ത്രം പോലും ഊരിക്കളഞ്ഞു. ദിസ് ഈസ് എക്സാക്ട്ലി ദ പൊസിഷൻ വിത്ത് മെനി ഓഫ് us, ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത പ്രശംസയ്ക്ക് വന്നിട്ട് ആവശ്യമില്ലാത്തടത്ത് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ പോയിട്ട് വെറുതെ നമ്മുടെ വസ്ത്രം ഊരിച്ച് കളയേണ്ട ആവശ്യമുണ്ടോ? പോകരുതേ. വേണ്ടാത്തടത്ത് നമ്മുടെ മക്കളോട് പറയണം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. പരിശുദ്ധാത്മാവ് പറയാത്ത ഒരു കാര്യത്തിന് നമ്മൾ ചെന്ന് നോക്കുകയോ പിടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഐ റിമെമ്പർ ഒരു കൊച്ചെന്നെ വിളിച്ചേച്ച് പറഞ്ഞു, എനിക്ക് സൂയിസൈഡ് ചെയ്യണം. ഞാൻ ചോദിച്ചത്, നിനക്കെന്ത് സൂയിസൈഡ് ചെയ്യാനുള്ള ആഗ്രഹം? അവൾ പറഞ്ഞു, നമ്മൾ നീ അടുത്തിടെ എങ്ങാണ്ട് സൂയിസൈഡ് ചെയ്തവരെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ എന്നോട് തിരിച്ചു പറഞ്ഞാണ്, അടുത്ത ഒരാൾ ഒരു കൊച്ചൻ പിന്നെ മരത്തെ തൂങ്ങിച്ചത്ത് ഞാൻ അവനെ പോയി കാണി. അവൾ, നീ എന്തിനാ അങ്ങോട്ട് പോയത്? നിനക്ക് കാണണ്ടാത്തടത്ത് നീ എന്തിനാ പോയത്? വൈ ഐ എം സേയിങ് ദിസ്? ആവശ്യമില്ലാത്ത ന്യൂസുകൾ വായിക്കരുത്, ആവശ്യമില്ലാത്ത ടെലിവിഷൻ കാണല്, ആവശ്യമില്ലാത്ത കൂട്ടത്തിൽ പോകരുത്. ദൈവമേ, ആ നിയന്ത്രണം. അപ്പച്ചനോട് നമ്മൾ പറയണം, കർത്താവേ ഞാനൊരു വാതിൽ തുറന്നാൽ അത് തുറക്കും, അല്ലാതെ അപ്പച്ചൻ തുറക്കാത്ത ഒറ്റ വാതിൽ നമ്മുടെ കുടുംബങ്ങളിൽ തുറക്കരുത്. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു പൈസ പോലും നമ്മുടെ ഭവനത്തിൽ കയറരുത്. ആവശ്യമില്ലാത്ത ഒരാൾ നമ്മുടെ കുടുംബങ്ങളിൽ കയറി വരരുത്. ഇതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവേ അങ്ങനെയുള്ളതിനെല്ലാം അടിച്ചിറക്കിക്കള എന്ന് നമ്മൾ പറയുമ്പം കർത്താവ് അത് മാനിക്കുകയാണ്. അപ്പം ജോസഫിൻ്റെ ജീവിതത്തിൽ ജോസഫിനെ വിറ്റ് കഴിഞ്ഞ് പൊത്തിഫറിൻ്റെ അവിടെ കൊണ്ടുപോയി പൊത്തിഫറിൻ്റെ വീട്ടിലെ സകലത്തിൻ്റെ ഉടമസ്ഥനാക്കി വെക്കുന്നു, മാനേജറാക്കി വെക്കുന്നു. പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിനോട് ഇഷ്ടം തോന്നുന്നു. സമയം, സന്ദർഭം, സാഹചര്യം എല്ലാം ഒന്നിച്ച് ഒരുപോലെ അങ്ങോട്ട് ഇണക്കി കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ഒരു ടെസ്റ്റ് വരികയാണ്. ഇറ്റ്സ് എ ടെറിബിൾ ടെസ്റ്റ്, ഇല്ല ഇന്നവേ. അപ്പോൾ ജോസഫിൻ്റെ മേൽ ഇവൾക്ക് ഒരു ദിവസമല്ല പല പ്രാവശ്യം. അങ്ങനെ അവസാനം ഈ പൊത്തിഫറിൻ്റെ ഭാര്യ പൊത്തിഫർ ഇല്ലാത്ത സമയത്ത് ഇവനെ നിർബന്ധിക്കുകയാണ് അവിടെ കൂടെ. അങ്ങനെ കിടക്കാനായിട്ട് നിർബന്ധിക്കുമ്പോൾ അവൻ അവിടുന്ന് ദൈവത്തെ ഭയപ്പെട്ടിട്ട് അവൻ അവിടുന്ന് ഓടിപ്പോവുകയാണ്. ദൈവത്തോട് ഞാൻ പാപം ചെയ്തു. എങ്ങനെയോ എത്ര പേർക്ക് ആ കൃപയുണ്ട്, ആ ബലമുണ്ട്. അങ്ങനെ ഓടിപ്പോകുമ്പം അവൻ്റെ വസ്ത്രം അവിടെ ഇട്ടിരുന്നു. അതിൻ്റെ മേലിൽ അതൊരു തെളിവായിട്ട്, അതും ഒരു ഫോൾസ് എവിഡൻസ്, തെറ്റായ തെളിവിൽ അവനെ കൊണ്ട് വീണ്ടും ജയിലിൽ. എന്ത്? ഇതുവരെയും ജോസഫ് പഠിച്ചിട്ടില്ലെന്നേ. അതുകൊണ്ട് ലാസ്റ്റിൽ എന്ത് പറ്റി? ജയിലിൽ കിടക്കുന്നു. ജയിലിൽ കിടക്കുമ്പോഴോ 2 പേർക്ക് സ്വപ്നം കാണിച്ചു കൊടുക്കുന്നു. ഒന്ന് അപ്പക്കൊട്ട് ചുമക്കുന്നവൻ, മറ്റേത് പിന്നെ പാനപാത്രവാഹകൻ, അതായത് വീഞ്ഞു കൊടുക്കുന്നവൻ. 2 പേരും ഒരേപോലത്തെ ഏകദേശം സ്വപ്നം കണ്ടു. ഒരാളുടേത് പറഞ്ഞു, അതുപോലെ സംഭവിച്ചു. അവൻ്റെ തല വെട്ടിക്കളഞ്ഞു 3 ദിവസത്തിനകം. മറ്റേയാൾ ജോസഫ് പറഞ്ഞു 3 ദിവസത്തിന് നിന്നെ റീഇൻസ്റ്റേറ്റ്, നിന്നെ തിരിച്ചെടുക്കുന്നു. അതുപോലെ സംഭവിച്ചു. വീണ്ടും പറയുന്നു, അതെ, നീ ഇവിടുന്ന് പോയി ഫറവോൻ നിന്നെ വീണ്ടും പാനപാത്രവാഹകനാക്കി നിയോഗിക്കുമ്പോൾ, അല്ലെ വീഞ്ഞു കൊടുക്കുന്ന അടുത്ത് നിന്നുകൊണ്ടല്ലേ, അപ്പോൾ എൻ്റെ കാര്യമൊന്ന് ഓർക്കണമെന്ന്. അതെ, ഇപ്പോഴും ജോസഫ് മനുഷ്യനിൽ ആശ്രയിക്കുന്നത്. നിർത്താമോ ഈ പരിപാടിയൊന്നും? ദൈവം അനങ്ങിയില്ല. 1-2 ദിവസമല്ല, 2 വർഷം ആ ജയിലിൽ കിടന്നു. വേദപുസ്തകം പറയുന്നത് ദൈവത്തിൻ്റെ അനുസരണം പഠിക്കുന്നിടം വരെ അവൻ്റെ കാലുകൾ ചങ്ങലകളാൽ വെട്ടപ്പെട്ടെന്ന്. ഞാനും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനം പഠിക്കുന്നിടം വരെ മക്കളുടെ കാലിൽ ചങ്ങലകൾ ഉറപ്പിച്ചിടണം. എവിടെ പോകാനാണ്? ഞാൻ പലപ്പോഴും പറയും, എവിടെ പോകാനാണ്? ആകാശമണ്ഡലത്തിൽ നീ നക്ഷത്രത്തിൻ്റെ ഇടയിൽ പോയിരുന്നാലും ദൈവം അറിയുന്നു. പാതാളത്തിൽ പാവിരിച്ചാലും ദൈവം. ഇപ്പം ജോസഫിനെ ഫറോ തന്നെ വിളിക്കാൻ തക്കവണ്ണം ഫറോയ്ക്ക് സ്വപ്നം കൊടുക്കുന്നു. ദൈവം ഓർക്കുന്നു. എപ്പോഴാണ്? ദൈവത്തിൻ്റെ സമയം വന്നപ്പോൾ. ആ ഒരു വാക്യമാണ് ഈ ഡ്രാസ്റ്റിക് ചേഞ്ചിന്, അല്ലെ ഡ്രാസ്റ്റിക് പെട്ടെന്നുള്ള ചേഞ്ചാണ്. അത് വളരെ ഭംഗിയായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി 41:14.
ഉടനെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഉടനെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉടനെ ഒരു ദിവസം ഉണ്ടാകട്ടെ. ഉടനെ ഫറവോൻ ആളയച്ചു, ജോസഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. അവൻ ക്ഷൗരം ചെയ്യിച്ചു, വസ്ത്രം മാറ്റി ഫറവോൻ്റെ അടുക്കൽ കൊണ്ട്. ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു. ജോസഫ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഇപ്പോൾ ജോസഫ് തന്നെത്താനെ ഒരു കാര്യവും പറയുന്നില്ല. ഇപ്പോൾ ജോസഫ് പറയുന്നത് എൻ്റെ ദൈവമാണ് എൻ്റെ കൂടെ. ഇത് തന്നെയാണ് നമ്മളും പഠിക്കേണ്ടത്. ഏതൊരു വ്യക്തി ഉന്നത പദവിയിൽ ഇരിക്കണമോ അവിടെ ദൈവത്തിൻ്റെ താഴ്മയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു നിലനിൽക്കുന്നത്. ഇതൊക്കെ വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ കാര്യമാണ് വരുന്നത്. ലോകപരമായിട്ടുള്ള ഉയർച്ചയിലുള്ള പലരെയും സൂയിസൈഡ് ചെയ്യുന്ന നമുക്ക് വായിച്ചേക്കാം. പിന്നെ മക്കളുടെ മുമ്പിൽ വെച്ച് അവർ ഇറങ്ങിപ്പോകുന്നത് കാണാം. കുടുംബം ഛിദ്രമായി പോകുന്നത് കാണാം. അടുത്ത തലമുറ ഇല്ലാതെ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കൊരു കടമ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കർത്താവേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടിട്ട് അവരെ മാനസാന്തരപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാൻ തക്കവണ്ണം ദൈവമേ നീ ഓർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഓർക്കട്ടെ, മനുഷ്യരല്ലല്ലോ, ദൈവം ഓർക്കട്ടെ. നമുക്ക് ഓർപ്പിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഓർപ്പിക്കുക, കാഹളമൂത് വെച്ചാൽ എൻ്റെ അരിക്കും വന്ന് പറയാമെന്നാണ്ട് അതിൻ്റെ അർത്ഥം, കേട്ടല്ലോ. അപ്പോൾ ഫറവോൻ എന്ത് പറഞ്ഞു? ഫറവോൻ്റെ അടുക്കുമ്പോൾ ഫറവോൻ പറയാണ്, ദൈവം ഇതൊക്കെ നിന്നെയൊക്കെ വെളിപ്പെടുത്തി, നിന്നെക്കാട്ടി ജ്ഞാനിയായ ഒരു വ്യക്തി ഈ ഭൂമിയിലുണ്ടോയെന്ന്. എന്തൊരു ആരും ഇല്ലെന്ന് പറയുക തന്നെയല്ല, അവൻ്റെ മോതിരം ഊരി അവൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അവന് സ്വർണ്ണ സരപ്പിളി ഇടിപ്പിക്കുന്നു. അവൻ്റെ തലയിൽ രാജാവിൻ്റെ കിരീടം കൊടുക്കുന്നു. അവന് വാഹനം കൊടുക്കുന്നു, രാജാവിൻ്റെ സെക്കൻഡായിട്ടുള്ളത്. അവൻ്റെ വസ്ത്രം നേർമയുള്ളതാക്കി മാറ്റി, അവനെ ഉന്നത പദവിയിലാക്കി. ഇന്നലെ ജയിലിൽ കിടന്നവൻ ഇന്ന് രാജാവിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കും. ദിസ് ഈസ് കോൾഡ് ഡ്രാസ്റ്റിക് ചേഞ്ച്. ഞാനിത് പറഞ്ഞിട്ട് എൻ്റെ കൂടെ തന്നെയുള്ള പലർക്കും, പ്രാർത്ഥനാ കൂട്ടത്തിലുള്ളവർ, ഈ ഡ്രാസ്റ്റിക് ചേഞ്ച് അവരുടെ മക്കൾക്കുണ്ടായ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം, ഇന്നലെ തന്നെ അത് പറഞ്ഞു. ഇന്നലെയല്ല, മിനിഞ്ഞാന്ന്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാ നമ്മുടെ കൂടെ ഇരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ കൂടെ നിൽക്കുകയാണ്. വിശ്വസിക്കുക. ഞാൻ പറയുന്ന വചനം വേദപുസ്തക അടിസ്ഥാനത്തിൽ ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ ആത്മാവിലാണ് കടന്നു വരുന്നത്. നമ്മുടെ അടുത്ത് ഉപയോഗിക്കുക, അനുഗ്രഹം പ്രാപിച്ചെടുക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ ഓർപ്പിക്കുക. നാഥാ, ഞങ്ങൾ നിന്നെ ഓർപ്പിക്കുകയാണ്. കാഹളമൂതുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്ത് എടുക്കാൻ വേണ്ടി നിന്നെ ഓർപ്പിക്കാൻ ഞങ്ങളിവിടുന്ന് കാഹളമൂതുമ്പോൾ അവിടുന്ന് ഓർക്കാമെന്ന് പറയും. പലതരത്തിലുള്ള കാഹളമുണ്ട്. പക്ഷെ ഞങ്ങൾ ആദ്യ കാഹളം ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ്. ഞങ്ങളുടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, ഞങ്ങളുടെ ഭവനത്തിൽപ്പെട്ട മാതാപിതാ, ആർക്കാണ് പ്രയാസം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി ഞങ്ങളിതാ നിൻ്റെ മുമ്പിൽ വന്ന് ഞങ്ങളൊന്ന് വാതുറന്ന് നിന്നോട് പറയുന്നു. അപ്പച്ചാ, നിനക്കല്ലാതെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ജോസഫ് ചെയ്തതുപോലെ മണ്ടത്തരത്തിൽ ഇപ്പോഴും നടപ്പുണ്ട്. ജയിലിൽ വെച്ച് 2 പേരോട്, ഒരാൾ ചത്തുപോയി, അയാളെ കിട്ടിയില്ല. മറ്റേ ആളോട് പറഞ്ഞു, വീഞ്ഞു പകരുന്നവനോട് പറഞ്ഞു എന്നെ ഓർക്കണമെന്ന്. വീണ്ടും 2 കൊല്ലം അവിടെ കിടക്കേണ്ടി വന്നു. അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവശബ്ദം കേൾക്കാതെ ഇരിക്കുന്നെങ്കിൽ, അവരുടെ ജഡസ്വഭാവത്തിൽ ജീവിക്കുന്നെങ്കിൽ, അത് അവരുടെ ജഡത്തിനെ ഉരിച്ച് മാറ്റി അതിൻ്റെ സാന്നിധ്യം വിശുദ്ധ സ്നേഹം കൊണ്ട് നിറച്ചു, നീയാകുന്ന പാത്രം, നീയാകുന്ന ആത്മാവിനെ അവരിൽ പകർന്നിട്ട് പുതുസൃഷ്ടികളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. റിവൈവ് ദം ലോർഡ്. അങ്ങനെ ആത്മാവിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിന് വേണ്ടി ഉടനടി, പെട്ടെന്ന്, വേഗത്തിൽ ഒരു കാര്യം ചെയ്തു മക്കൾക്ക് കൊടുക്കണമേ. ജോലിയില്ലാത്ത അനേക മക്കൾ എൻ്റെ മുമ്പിൽ വരുന്ന നേരത്തെ അവർക്കെല്ലാം ജോലി കൊടുത്ത്, പുരുഷന്മാർ, ചെറുപ്പക്കാർ, കല്യാണം കഴിക്കാതിരിക്കുന്നവർ, വേദനയോടെ സങ്കടം പറയുന്നവർക്ക് കൊടുക്കണേ. ഭാര്യമാർക്ക് ജോലിയില്ലാതെ, വീട്ടിൽ പണമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. സ്വഭാവ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവേ. കുടുംബജീവിതം ഛിന്നമായിട്ടിരിക്കുന്നവരുണ്ട്. എല്ലായിടത്തും നിൻ്റെ സാന്നിധ്യം കടന്നു വന്നിട്ട് വിദ്വേഷത്തിൻ്റെ നടുച്ചുവരിടിച്ച് കളഞ്ഞ് സ്നേഹത്തിൻ്റെ ആത്മാവിൽ കുടുംബങ്ങളെ പണിതെടുക്കണമേ. അതിനത് ചെയ്യുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.